ഈ രാത്രി വെളുക്കുമ്പോ 16-ാം നിയമസഭയിലേക്ക് ആരെല്ലാമാണ് വാഴുക, ആരെല്ലാമാണ് വീഴുക എന്ന് രാഷ്ട്രീയ കേരളത്തിന്റെ വിധി പുറത്തു വരും. പത്തനാപുരത്ത് ടൈറ്റ് ഫൈറ്റോ? പത്തനാപുരത്ത് ഗണേഷ് കുമാർ എന്ന പവർ ബ്രാൻഡ് കേരള രാഷ്ട്രീയത്തിൽ നിലപാടുറച്ച് എന്നും നിന്നിട്ടുള്ള KB ഗണേഷ് കുമാറിന്റെ വോട്ടെണ്ണൽ കൊല്ലത്ത് നടക്കുമ്പോ അവിടേക്ക് ഒരു ബസ് വിളിച്ചു പോവുകയാ പ്രവർത്തകർ മുഴുവൻ. ഒരൊറ്റ ശബ്ദം, ഒരൊറ്റ സ്വരം, ഒരൊറ്റ നിലപാട് KB ഗണേഷ് കുമാറിനൊപ്പം. എങ്ങനെയുണ്ട് അവസാന പ്രതീക്ഷ? KB ഗണേഷ് കുമാർ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് പത്തനാപുരം നിയമമണ്ഡലത്തിൽ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. 6ാമത് തവണയും പത്തനാപുരം ഗണേഷ് കുമാറിനെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കുന്ന സുദിനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. യാതൊരു സംശയമില്ല. വളരെ ആത്മവിശ്വാസത്തോടെ, തികഞ്ഞ ആത്മവിശ്വാസം. ആരാണ് ഇവിടെ ടൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു വരുത്തിയത്? അപ്പോ അങ്ങനെ പറഞ്ഞു വരുത്തിയെങ്കിൽ UDF-കാരെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾക്ക് ഒരു ടൈറ്റും ഇല്ല. ജനങ്ങളുടെ യാതൊരു ടൈറ്റും ഇല്ല. എത്ര ഭൂരിപക്ഷമൊക്കെ പ്രവചിക്കാതെ ആയോ സാറേ? 10,000-ന് മേളിൽ ഭൂരിപക്ഷം തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ വോട്ടിനെ ഒന്ന് സ്വാധീനിക്കുമോ? ഇല്ല, ഒന്നും ബാധിച്ചിട്ടില്ല. അത് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് LDF നടത്തിയിട്ടുള്ളത്. അത് ഉജ്ജ്വല വിജയം ഉണ്ടാകും. അതുമാത്രമല്ല, പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ ജനങ്ങളുടെ മനസ്സിൽ KB ഗണേഷ് കുമാർ നിലനിൽപ്പുണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷം നേടും. ഈ ഗണേഷ് കുമാർ എന്ന മിനിസ്റ്ററിനെ ഈ കേരളം എന്നും ഒരേപോലെ വിലയിരുത്തുന്നതാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തെ മുഴുവൻ മുഖ്യ സംസ്ഥാനങ്ങളിലെ RTCകളും കോപ്പി ചെയ്യുന്നതാണ്. ഒരു MLA എന്നുള്ള നിലയിൽ ഈ നാട്ടിൽ അദ്ദേഹത്തെ കിട്ടുന്നില്ല എന്നൊരു പരാമർശം, ഒരു കിംവദന്തി ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ പറയും? അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മണ്ഡലത്തിലുടനീളം എല്ലാ വിഷയങ്ങളിലും ഉണ്ടായിട്ടാണല്ലോ എല്ലാ സമയങ്ങളിലും വൻപിച്ച ഭൂരിപക്ഷത്തെ വിജയിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് കേരള MSB എന്നും വിവാദങ്ങളുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ആ വിവാദമാണ് ഈ പാർട്ടിയെ പിടിച്ചു നിർത്തുന്നത് തന്നെ. വൻപിച്ച ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം വീണ്ടും. കാര്യം ഈ നമ്മളെ കടന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ഓരോ വർഷവും ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞ് അദ്ദേഹം പരാജയപ്പെടുമെന്നാണ്. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അദ്ദേഹത്തിന് പത്തനാപുരത്ത്, അദ്ദേഹം പറഞ്ഞ പോലെ പത്തനാപുരത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹമില്ലാതെയും അദ്ദേഹത്തിന് പത്തനാപുരത്തെ ജനങ്ങൾക്കില്ലാതെയും ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വൻപിച്ച വികസന പ്രവർത്തനം നടത്തിയ ഒരു MLA ആണ്. ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം ഓരോ പ്രദേശത്തും അദ്ദേഹത്തോടെ പോകുമ്പോൾ അവിടെ കിട്ടിയ സ്വീകരണങ്ങൾ, അതോടൊപ്പം അദ്ദേഹത്തിനോടുള്ള ജനങ്ങളുടെ ഇപ്പോഴുമുള്ള താല്പര്യം, ആ താല്പര്യമാണ് വൻപിച്ച. ജ്യോതികുമാർ ചാമക്കാല തുടർച്ചയായി നിൽക്കുന്നു. ഏതെങ്കിലും രീതിയിൽ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം ശക്തമായി നിന്നു, പ്രവർത്തിച്ചു, ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവകാശവാദങ്ങളാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു സെന്റിമെന്റൽ ഫാക്ടറോ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ആവുമോ? ഒരിക്കലും ഇല്ല. ആദ്യത്തെ മത്സരം പ്രകാശ് സാറാണോ മോശക്കാരനാണോ? ജനങ്ങൾക്കിടയിൽ ഇല്ലാത്ത ഒരാളാണോ? അതേപോലെ പിന്നെ രാജോത്സവം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത ഒരു നേതാവായിരുന്നു. അദ്ദേഹവും വൻപിച്ച വഴി ജയിക്കേണ്ട ഒരാളല്ലേ. പക്ഷേ അവരൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തിന്, ഈ ഗണേഷ് കുമാർ MLA സംബന്ധിച്ച് അദ്ദേഹത്തിന് ജനങ്ങളോടൊരു വ്യക്തിബന്ധം അദ്ദേഹത്തിനുണ്ട്. എല്ലാ തവണയും പറയുന്ന ഒരു 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 കാര്യം മാത്രമേ UDF പറയുന്നുള്ളൂ. ഒരു വിഷയ കാര്യത്തിലില്ല. വൻപിച്ച ഒരു അദ്ദേഹം ജയിക്കുമെന്ന് ഒരു തർക്കവും ഇവിടുത്തെ പത്തനാപുരത്തെ ജനങ്ങൾക്കോ ഞങ്ങൾക്കോ ഇല്ല. വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ. സാറേ, പത്തനാപുരത്തെ അവസ്ഥ വ്യക്തമായി കഴിഞ്ഞു. വീണ്ടും KPCCയുടെ മുറ്റത്ത് പന്തൽ കെട്ടുന്നു, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി കസേര മാറ്റി ബെഞ്ചിടുന്നു എന്ന് ഗണേഷ് കുമാർ സാർ തന്നെ രാവിലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്രിമാർക്ക് വേണ്ടിയുള്ള അടി, ഘടകകക്ഷികൾക്ക് വേണ്ടിയുള്ള അടി, ഇതൊക്കെ ഒരു മിത്തിൽ നിന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭരണം കിട്ടില്ല എന്ന് തന്നെ ആയോ കാര്യങ്ങൾ LDF-ന്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായും തുടർഭരണം സാധ്യമാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പന്തലിടുന്നതും പായസം വയ്ക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ്. അതൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. LDF നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. പത്തനാപുരം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ KB ഗണേഷ് കുമാർ മികച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടും. എത്ര സീറ്റ് വരെ ഇടതു മുന്നണിക്ക് താങ്കൾ കാണുന്നുണ്ട്? തീർച്ചയായും ഒരു 74-75 സീറ്റ്, 80 സീറ്റ് വരെ പോകാനുള്ള എല്ലാ സാധ്യതയും. കാര്യം സർവേകളിലെല്ലാം 69-ൽ താഴെ ഒന്നും പറയുന്നില്ലല്ലോ. 69, ആ 69-ൽ നിന്ന് തന്നെ കട്ടക്ക് വയ്ക്കുന്ന സീറ്റുകൾ. അതുകൊണ്ട് ഒരു 80 സീറ്റോളം LDF അധികാരത്തിൽ ഒരു തർക്കവും വേണ്ട. കാര്യം ഗോവിന്ദ മാഷിന്റെ ഒരു പ്രഭാഷണം, ഒരു അനുസ്മരണ സമ്മേളനം ഇപ്പം ഞങ്ങൾ കേട്ടിട്ട് വരികയാണ്. കാര്യം 69 പറയുന്നുണ്ട്. എല്ലാ ചാനലും 69 വരികയാണ്. അതിൽ നിന്ന് കാര്യം ഇപ്പം നിൽക്കുന്ന സിറ്റിംഗ് MLA-മാർ ആരുണ്ട് മോശക്കാര്? വികസനങ്ങൾ ചെയ്ത ഒരു നാടല്ലേ കേരളം. അപ്പോൾ തീർച്ചയായും അവരെല്ലാം ജയിച്ചു വരും.
അതോടൊപ്പം കുറെ കയ്യിൽ ഇരിക്കുന്ന സീറ്റുകൾ ഒരു 10ഓളം സീറ്റുകൾ പോകുന്നല്ലാതെ ഏതാണ്ട് 80-ലധികം സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് യാതൊരു തർക്കവുമില്ല. ഈ കൊല്ലത്തെ ഒരു പൊതുചിത്രം എങ്ങനെയാണ്? പത്തനാപുരത്തേക്ക് പോലെ തന്നെയാണോ കൊല്ലത്തെ കൊല്ലത്തിൽ നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യം 9 സീറ്റും അത് പിടിക്കുക തന്നെ ചെയ്യും. കൊല്ലത്ത് ബിന്ദുകൃഷ്ണയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് 10 വർഷത്തെ പ്രവർത്തനം ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വിശിഷ്ട കൊല്ലം പട്ടണത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷ ജനാധിപത്യക്കും സ്ഥാനാർത്ഥിക്കും നല്ല മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സംബന്ധിച്ച് കൊല്ലത്ത് 9 സീറ്റാണ് നിലവിലുള്ളത്. നിലവിൽ 2 സീറ്റ് UDFന്റെ കയ്യിലുണ്ട്. ആ 2 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. വളരെ സന്തോഷം. ഓക്കെ.